സീത സി.കെ രചിച്ച 14 കവിതകൾ ഉൾപ്പെടുന്ന ആത്മനൊമ്പരങ്ങൾ കവിതാ സമാഹാരം പ്രകാശിതമായി. ADGP ശ്രീജിത്ത് എസ് സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റയ്ക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഈ അമ്മ എത്രയോ കാലം മുമ്പ് പരിചയപ്പെടുന്നതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്. അതിനേക്കാൾ ഉപരി കുടുംബത്തെ പരിചയപ്പെടണം തോന്നുന്നു. കാരണം ഈ പ്രായത്തിൽ ഈ അമ്മയുടെ കവിതകൾ പ്രകാശനം ചെയ്യാനായിട്ട് ഇത്രയും ആർജവത്തോടെ മുമ്പോട്ട് വന്ന ആ മകളുടെ ഒരു നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മാത്രം വഴങ്ങിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത്. എനിക്ക് ഒരു തരത്തിൽ ഇവിടം വരെ എത്താൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ വന്നേ പറ്റൂ. എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് മനസ്സിലായി. ഞാനൊരു കവിയല്ല, എനിക്ക് കവിതയൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നെ ആഴത്തിൽ സ്പർശിച്ച 2 കവിതകൾ അതിനകത്തുണ്ട്. വളരെ വളരെ ആഴത്തിൽ. ഒന്ന് ശാരികയുടെ ഉണരലും, രണ്ടാമത്തത് അഹല്യയുടെ ദുഃഖമാണ്. ബാക്കി തീർച്ചയായിട്ടും ബാഷ്പാഞ്ജലി എന്ന് പറഞ്ഞ കവിത ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകളും ഒക്കെ, മൺമറഞ്ഞു പോയൊരു അനിയൻ്റെ വേർപാടിലുള്ള ദുഃഖവും, പിന്നെ ഗ്രാമത്തെക്കുറിച്ചുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇവർ നല്ല കാലത്ത് എഴുത്തു തുടങ്ങിയിരുന്നെങ്കിൽ ഒരു നല്ല സുഗതകുമാരിയാണ് നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. അവർ നഷ്ടമൊന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും നല്ല കാലം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മയെ കണ്ടിട്ട്, അമ്മയുടെ പ്രസരിപ്പ് കണ്ടിട്ട് അപ്പോൾ ഇനിയും ദീർഘകാലം എഴുതാൻ പറ്റുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഫസ്റ്റ് ബെൽ നാടക കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങ് ഡോക്ടർ ശശികുമാർ പുറമേരി ഉദ്ഘാടനം ചെയ്തു. സോമൻ കടലൂരിൻ്റെ ഒരു കവിതയുണ്ട്. ഞാൻ മരിച്ചാൽ 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞുകൊണ്ട് നീ എത്തും. അതിലെ ഒരു പൂവ് മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. നമ്മളൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ, നേരത്തെ റസാഖ് സൂചിപ്പിച്ചതുപോലെ 16 അടിയന്തരം കഴിക്കാനും 41 കഴിക്കാനും തിരുനെല്ലി കൊണ്ടുപോകാനും അങ്ങനെ മരണശേഷം ഒരാഘോഷമാക്കി മാറ്റാൻ മക്കൾ മത്സരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സ്വന്തം മാതാവിനെ സ്നേഹത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നോട്ടം, അതാണ് 1000 പൂക്കളുള്ള റീത്തല്ല, അതിലെ ഒരു പൂവ് മതിയായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. ആ ഒരു പൂവാണ് ഇവിടെ സിന്ധു തൻ്റെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ കവിത ഈ പുസ്തകത്തെക്കുറിച്ചല്ല, മറിച്ച് കവിതകൾ നമ്മളൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. വ്യത്യസ്തമാണ് കവിതകളെന്ന് നമുക്കറിയാം. ഒരാൾ വായിക്കുന്നത് പോലെ മറ്റൊരാൾ കവിത വായിക്കണം എന്നില്ല. എന്തിന്? എഴുതിയ ആൾ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ വായനക്കാരൻ സ്വീകരിക്കണമെന്നുമില്ല. ഇവിടെയും ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കവിതാരസ സ്വാരസ്യ വ്യാഖ്യാതാവേത്തി ന കവി എന്ന്. കവിതയുടെ രസം ആസ്വദിക്കുന്നത് അതിന് വായനക്കാരാണ്, അതിൻ്റെ വ്യാഖ്യാനം നൽകുന്ന ആളാണ്. ഒരുപക്ഷെ കവി എഴുതിയതിൻ്റെ അപ്പുറത്ത് ഒരു വായനക്കാരൻ കാണുമ്പോഴാണ് ആ കവിത മനോഹരമാകുന്നത്. ഒന്ന്. രണ്ടാമത്തത്, എല്ലാ കാലത്തും നമ്മൾ ഓരോ കാലം കഴിയുന്തോറും ഒരു കവിത തന്നെ വായിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. 18ാമത്തെ വയസ്സിൽ രമണൻ വായിച്ചതുപോലെയല്ല 50ാമത്തെ വയസ്സിൽ രമണൻ വായിക്കുക. അത് 80ാമത്തെ വയസ്സിൽ രമണൻ വായിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ആ ഓരോ വായനയിലും നമ്മുടെ ഉള്ളിൽ ഓരോ കവിതയുണ്ടാകുന്നു എന്നുള്ളതാണ്. കവിതയ്ക്ക് വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ നമ്മുടെ അനുഭവ സീമകളിൽ നിന്ന് വ്യത്യസ്തമാണ്. സുഗുണേഷ് കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു. മണലിൽ മോഹനൻ സീതയെ ഷാൾ അണിയിച്ചു ആദരിച്ചു. ഡോക്ടർ മുരളീധരൻ പുസ്തകം പരിചയപ്പെടുത്തി. പുറന്തോടത്ത് ഗംഗാധരൻ, സിന്ധു രാമചന്ദ്രൻ, ഹിമ രാമചന്ദ്രൻ, VM അഷ്റഫ്, പ്രേംകുമാർ വടകര, നെയ്മ മജീദ്, റസാഖ് കല്ലേരി എന്നിവർ പ്രസംഗിച്ചു. നൗറ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. Bobby Chamanur International Jewelers.